മനഃശക്തി നമുക്ക് പരിശീലിക്കാൻ പറ്റണമെങ്കിൽ, ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റണമെങ്കിൽ നമ്മുടെ മൈൻഡിനെ നമ്മൾ ശുദ്ധമാക്കിയിട്ട് വെക്കണം. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ മനഃശക്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള അപാരമായ ശക്തി, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അപാരമായ ശക്തിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ ശരിക്കും മനഃശക്തി അച്ചീവ് ചെയ്യുന്നത്. അത് ദീർഘകാലം നീണ്ടു നിൽക്കുകയും വേണം. എങ്കിലാണ് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടാവുക. ഇവിടെ ഈ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട്, നമ്മുടെ മനസ്സിനെ പരുവപ്പെടുത്തിക്കൊണ്ട് മനഃശക്തിയിലേക്ക് എത്തണമെങ്കിൽ ബേസിക്കലി 3 കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ടും ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിൽ ആരോടും പകയോ വിദ്വേഷമോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതിന് സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, അൺകണ്ടീഷണൽ ഫോർഗീവ്നെസ്. നമ്മുടെ മനസ്സിൽ പകയും വിദ്വേഷവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളെ കുറിച്ച് മൈൻഡ് പവർ തിയറികളിൽ പറയുന്നത്, സ്വന്തം കയ്യിൽ തീക്കട്ടയുമായിട്ട് മറ്റൊരാളെ എറിയാൻ വേണ്ടിയിട്ട് അയാളുടെ പുറകെ നടക്കുന്ന വ്യക്തിക്ക് തുല്യമാണെന്നാണ്. അപ്പോൾ നമ്മുടെ മനസ്സിനെ ക്ലിയർ ആക്കണം. ഈ മനസ്സിനെ എങ്ങനെയാണ് നമുക്ക് പകയില്ലാത്ത ഒരവസ്ഥയിലേക്ക്, വിദ്വേഷമില്ലാത്ത അവസ്ഥയിലേക്ക്, ഏതെങ്കിലുമൊക്കെ ഹേർട്ട് ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ധാരാളമായിട്ടുള്ള തെറാപ്പികളുണ്ട്. NLP, അതല്ലെങ്കിൽ ട്രാൻസാക്ഷൻ അനാലിസിസ്, അതല്ലെങ്കിൽ TCI, അതല്ലെങ്കിൽ EFT മെത്തേഡുകളൊക്കെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു പ്രീ കണ്ടീഷൻ, മനഃശക്തി പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, എൻ്റെ ഉള്ളിലെ ശക്തിയും ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയും തമ്മിൽ ഒരുമിച്ച് ചേരുന്നതിന് വേണ്ടിയിട്ട് മനസ്സിനെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രീ കണ്ടീഷൻ എന്ന് പറയുന്നത് an attitude of gratitude ആണ്. എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവരായിരിക്കുക. ഈ ലോകത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു നന്ദി പറയാനുള്ള ഒരു മനസ്സ്. ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്ത് ഇപ്പം ജീവിച്ചിരിക്കുന്നത് ഒരുപാട് പേരോട് കടപ്പെട്ടിരിക്കുന്നതിൻ്റെ പേരില്ല. കൊച്ചുനാളിൽ മുതൽ നമ്മളെ ജനിപ്പിച്ച അപ്പനും അമ്മയും ഉൾപ്പെടെ എത്രയോ ആൾക്കാരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഒരു റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ആ റോഡ് നിർമ്മിച്ച ആൾക്കാർ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നെൽവിത്ത് പാകി അത് നമ്മുടെ അടുത്ത് അരിയായിട്ട് എത്തുവാൻ വരെ സഹായിച്ചിട്ടുള്ള ആൾക്കാർ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ആ വണ്ടി നിർമ്മിച്ച ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിലാണ് നമ്മളെന്ന് പറയുന്ന വ്യക്തികൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്, ഈ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ an attitude of gratitude. മൂന്നാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാം മനുഷ്യന്മാരാണ്, അതുകൊണ്ട് തന്നെ ബ്ലെസ്സിങ് നേച്ചർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള, ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും നന്മയുണ്ടാവട്ടെ എന്നുള്ളൊരു വിശ്വാസം, മനുഷ്യനെ മനുഷ്യനായി കണ്ടിട്ട് മനുഷ്യന് നന്മയുണ്ടാവട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരവസ്ഥ. അത് ചിലപ്പോൾ എൻ്റെ ഓർഗനൈസേഷനിലെ സ്റ്റാഫായിരിക്കാം, എൻ്റെ കുടുംബാംഗങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന എൻ്റെ ക്ലയൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഞാൻ സാധാരണ വഴിയെ നടന്നു പോകുന്ന സമയത്ത് കണ്ടുമുട്ടുന്ന വ്യക്തികളായിരിക്കും, ആരൊക്കെ ആയിക്കോട്ടെ, അവർക്കൊക്കെ നന്മയുണ്ടാവട്ടെ എന്ന് എൻ്റെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു ചിന്ത. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിളക്ക്, എണ്ണയുള്ള ഒരു വിളക്കായിട്ട് നമ്മൾ മാറുക എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ ഒരു സ്നേഹം ഉണ്ടാവണം മനുഷ്യന്മാരോട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്നേഹം ഇല്ലാത്ത ഒരവസ്ഥയായിരിക്കും. അപ്പോൾ ആ സ്നേഹം നമുക്ക് ഉണ്ടെങ്കിൽ മറ്റുള്ള മനുഷ്യന്മാരെ കാണുമ്പോൾ നമുക്കൊന്ന് പുഞ്ചിരിക്കാൻ പറ്റും, അവരോട് എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കാൻ പറ്റും, അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് നമ്മളാലാവും വിധം ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ സാധിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, മനുഷ്യന്മാർക്ക് നന്മയുണ്ടാവട്ടെ, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യന്മാർ നമ്മുടെ സഹോദരന്മാരാണ് അല്ലെങ്കിൽ സഹോദരിമാരാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ബ്ലെസ്സിങ് നേച്ചർ ഉണ്ടാവണം എന്ന് പറയുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ക്ലിയർ ആയിരിക്കും. അങ്ങനെ മനസ്സ് ക്ലിയർ ആണെങ്കിൽ യഥാർത്ഥ മനഃശക്തിയിലേക്ക് എത്തുന്നതിനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ മനസ്സിൽ രൂപപ്പെടും. ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ എനർജിയെ വ്യാപിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയും അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതിനുള്ള അവസരം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും.